ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലുള്ള ഹാങ്ങിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഡോരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോരി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ കളറിൽ ത്രെഡ് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും, അതായാലും മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉടുപ്പിൻ്റെ ഈ ഒരു അറ്റത്തൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സാധനമാണ് ഈ ഹാങ്ങിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് വെളിയിൽ കാണുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ കാണാതെ തയ്യൽ തുമ്പ് എല്ലാം ഉള്ളിലേക്ക് പോയി നല്ല നീറ്റായിട്ടുള്ള ആ ഒരു കുഞ്ചലം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ടിപ്പോൾ ഞാനൊരു 4 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള പീസാണ് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് 4.5 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. 4.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പീസാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ വലുത് വേണമെന്നുണ്ടെങ്കിൽ വലിയ സൈസിലും എടുക്കാം കേട്ടോ. 4.5 5 ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ചെറുതായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് ഞാനിപ്പോൾ വെളിയിലേക്ക് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഡോരി ഈ കോണായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, നല്ല വശത്തിൻ്റെ ആ ഒരു മുകളിലത്തെ കോർണർ ഭാഗത്തിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു വള്ളി നമ്മൾ ആ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടില്ലേ, ആ വള്ളിയും അതുപോലെ തന്നെ ആ ക്ലോത്തും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് അടിക്കണം. അപ്പം നമ്മൾ അടിക്കുമ്പോൾ ആ ഒരു മുകളിലത്തെ കോർണർ ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു കോർണർ വന്നു, ഒരു കോർണർ നമ്മൾ അടിച്ചു കഴിഞ്ഞ് ഒരു കോർണർ കുത്തി നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് ഇതുപോലെ വന്നിട്ട് മുഴുവനായിട്ട് നമ്മൾ അടിക്കരുത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് വിടണം, കാരണം നമുക്കത് തിരിച്ചെടുക്കാനുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അവിടെ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുക. അതിന് ശേഷം ഈ ഒരു ഭാഗം കണ്ടോ, ഞാനിപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ പിടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം ഇതുപോലെ കുത്തി ആ ഒരു കോർണർ ഭാഗം കുത്തി നമ്മളപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടില്ലേ, തയ്ക്കുമ്പോൾ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ കുത്തി നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ആ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നല്ലോണം കുത്തി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഹോളിൻ്റെ അവിടം വരെ വരുമ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ പിടിച്ചെടുക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതവിടെ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു പീസ് ക്ലോത്ത് ഉണ്ടല്ലോ, അതിപ്പോൾ നല്ല വശം ഉള്ളിലേക്ക് വരത്തക്ക വണ്ണമായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ നല്ല വശം വെളിയിലേക്ക് വരത്തക്ക വണ്ണം ഇതുപോലെ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ മറിച്ചെടുത്ത് അങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. നല്ല സാറ്റിൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഊർന്ന് പോരും അത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഈ ഒരു അറ്റത്ത് കൊണ്ടുവരിക. അതായത് നമ്മൾ എവിടെയാണോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട്, അതായത് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങില്ലേ, ആ സ്റ്റാർട്ടിങ്ങും ഇതുമായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ എടുത്ത ആ ഒരു തുണിയായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നന്നായിട്ട് മടക്കി വെച്ചതിന് ശേഷം അവിടെ ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഹാങ്ങിങ്സ് നല്ലതായതുപോലെ ഒരു കോൺ ഷേപ്പിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തയ്യൽ തുമ്പൊന്നും നമുക്ക് കാണാനുണ്ടാവില്ല. ഇതിൻ്റെ എല്ലാം ഉള്ളിലേക്ക് പോയിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ? അപ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഈ മുന്തിരിക്കൊല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന 3-4 എണ്ണം മുകളിൽ വരുന്ന രീതിയിലില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എൻഡ് വശത്ത് നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. ആ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത പീസ് എടുക്കുക. അടുത്ത പീസിൻ്റെ നല്ല വശത്തിൻ്റെ കോർണർ ഭാഗം താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അത് കറക്റ്റ് സ്ക്വയർ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ, ചെറിയൊരു തയ്യൽ തുമ്പ് വേറെ വന്നേക്കണുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുക. കറക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്കങ്ങനെ എക്സ്ട്രാ തുണി അവിടെ വരില്ല. അപ്പോൾ ആ ഒരു കോർണർ ഭാഗത്ത് കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുക. നല്ല വശത്ത്, തുണിയുടെ നല്ല വശത്ത് ഒരു കോർണറിൽ, ഏതെങ്കിലും ഒരു കോർണറിൽ ഈ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തേക്കണതില്ലേ, അതിങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. താഴെ വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വിടുക.
നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കുക. ഒരു കോർണറിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് താഴേക്ക് വരിക. എന്നിട്ടൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ചിങ് അവിടെ അവസാനിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു മുകളിലത്തെ കോർണറല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തോടത്തെ കോർണർ അല്ലാതെ മറ്റേ സൈഡുണ്ടല്ലോ, ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ കുത്തി ചെറിയ എന്തെങ്കിലും കത്രികയോ സ്ക്രൂ ഡ്രൈവറോ കുത്തി ഈ ഒരു ഹോളിൽ കൂടെ ആ ഒരു ഭാഗം പുറത്തേക്ക് എടുക്കുക. അത് കയ്യിൽ പിടിച്ചതിന് ശേഷം ആ കമഴ്ന്നിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യുക, നിവർത്തി നല്ല വശം വെളിയിലേക്ക് വരത്തക്ക വണ്ണം വയ്ക്കുക. അങ്ങനെ നമ്മളിങ്ങനെ നിവർത്തി എടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ ഊർന്ന് പോരും ശരിക്കും കറക്റ്റായിട്ട്. എന്നിട്ട് അത് ആ എൻഡ് ഭാഗം നമ്മൾ ആദ്യം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തോടത്ത് തുടങ്ങിയത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക. അങ്ങനെ അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെയൊക്കെ ബാക്ക് സൈഡിലും ഇതുപോലെ പട്ടുപാവാടയുടെ ഒക്കെ സൈഡിലായിട്ട് ഇതുപോലുള്ള ഹാങ്ങിങ് ഒക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യൽ തുമ്പൊന്നും വെളി കാണാത്ത രീതിയിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.